തികവുള്ള അതേ ദൈവിക ജ്ഞാനത്താൽ കർത്താവ് നിറച്ച ആ മാതാവിനെ ഇന്ന് ഈ വേദിയിൽ വെച്ച് ആദരിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ആ ആദരവ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുവാൻ ഏദൻ തിയോളജിക്കൽ ട്രെയിനിങ് സെൻ്ററിൻ്റെ ഡയറക്ടർ പാസ്റ്റർ KV ഫിലിപ്പ് അവറുകളെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും കടങ്ങളുടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താവിൻ്റെ വലിയതും വിലയേറിയതുമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. വന്നിരിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഗുരുതുല്യനായ കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ രാജു മേത്ര വർഗീസ് എബ്രഹാം അവരുകളെ ഒരു പ്രാവശ്യം കൂടെ ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റെല്ലാ ദൈവദാസന്മാരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നിൽ നിക്ഷിപ്തമായ ഒരു കർത്തവ്യം, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഞങ്ങൾ ഒരുമിച്ച് ചർച്ച ചെയ്തപ്പോൾ എൻ്റെ കൂട്ടുപ്രവർത്തകർക്കും അത് സന്തോഷമായി. എനിക്ക് വളരെ സന്തോഷമുണ്ട് അത് ഇന്ന് തന്നെ സംഭവിക്കുന്നതിൽ. രാജു മേത്ര പാസ്റ്റർ മാതാപിതാക്കളെ വളരെ ബഹുമാനിക്കുന്ന ഒരു ദേവദാസനാണെന്ന് എനിക്ക് ഏറ്റവും അടുത്തറിയാം. ഒരു ദിവസം ബാംഗ്ലൂരിൽ ഞാൻ അദ്ദേഹത്തെ ബൈബിൾ ക്ലാസ്സിന് വേണ്ടി വിളിക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹം റൂമിൽ നിന്ന് ഇറങ്ങി വരാൻ ലേറ്റായി. അപ്പോൾ എന്നോട് പെട്ടെന്ന് ഓടി വന്നിട്ട് ചോദിച്ചു, ഫിലിപ്പ് പാസ്റ്ററെ ലേറ്റായി അല്ലേ? എന്നിട്ട് എന്നോട് പറഞ്ഞൊരു വാക്ക് ഞാൻ ഇന്നത്തെ പോലെ ഓർക്കുന്നു. ഇങ്ങനെയാണ്, എൻ്റെ മമ്മി US ഇപ്പോൾ ഉള്ളത്, അപ്പോൾ കിട്ടാൻ അല്പം വൈകിപ്പോയി. അമ്മയെ വിളിച്ചൊന്ന് പ്രാർത്ഥിപ്പിച്ചിട്ടേ ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങാറുള്ളൂ കഴിയുന്നതും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഗുരുത്വമുള്ള സ്തോത്രം ദൈവദാസന്മാർക്കായിട്ട് ഞാൻ ദൈവമക്കൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ചേമ്പളം അമ്മച്ചി എന്ന് പറയുന്ന ഒരു അമ്മച്ചി, 88 വയസ്സ് കഴിഞ്ഞ അമ്മച്ചി ഇവിടെയുണ്ട്. അമ്മച്ചിയുടെ പ്രത്യേകത ഞാൻ പെട്ടെന്നൊന്ന് വായിക്കാം. തിരുവനന്തപുരം നെടുമങ്ങാട് ജെയിംസ് ഗായ്സ് ദമ്പതികളുടെ 5 മക്കളിൽ മൂത്തവളായി 1938 ത്രേസ്യാമ്മ അമ്മച്ചി ജനിച്ചു. മഞ്ഞു പുതച്ച മലനിരകളും പച്ചപ്പാർന്ന താഴ്വരകളും ചേർന്ന പ്രകൃതിയുടെ വിസ്മയമായ അണക്കെട്ടിൻ ഗാംഭീര്യവും കുളിർക്കാറ്റും ലയിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഇടുക്കിയിൽ ചേമ്പളത്ത് വന്ന് അമ്മച്ചി പാർത്തു. യുവതലമുറ ഇൻ്റർനെറ്റിലും ഫോണിലും സമയം ചെലവഴിക്കുമ്പോൾ സ്വർണത്തെക്കാളും തങ്കത്തെക്കാളും വിലയുള്ള സമ്പാദ്യം ദൈവവചനമാണെന്ന് അമ്മച്ചി സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. റോമർക്കെഴുതിയ ലേഖനം 16 അധ്യായങ്ങളും വെളിപ്പാട് പുസ്തകം 22 അധ്യായങ്ങളും രൂത്തിൻ്റെ പുസ്തകം 4 അധ്യായവും അമ്മച്ചി ഇന്നും കാണാതെ പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാൻ 11 അധ്യായം, എബ്രായ ലേഖനം 11 അധ്യായം എന്നിവയും സങ്കീർത്തനം 119 സങ്കീർത്തനവും കാണാതെ പറയും. പ്രൈസ് ദി ലോർഡ്. ഈ പ്രായത്തിലും ദൈവവചനത്തോടുള്ള അമ്മച്ചിയുടെ ഈ സമർപ്പണം കാണുമ്പോൾ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു എന്ന വാക്യം അന്വർത്ഥമാകുകയാണ്. തലമുറകൾക്ക് പകർന്നു നൽകാൻ ഒട്ടേറെ അറിവുള്ള അക്ഷരസ്നേഹിയായ അമ്മച്ചി ഇതുമാത്രമല്ല, ഉപന്യാസങ്ങൾ എഴുതി, പ്രാർത്ഥന, യേശുവിൻ്റെ വലിയ സമ്മാനം, രക്ഷ, മരുഭൂമിയിലെ ദേവദാരു എന്നീ ഉപന്യാസങ്ങളും അമ്മച്ചി രചിച്ചിട്ടുണ്ട്. അവിടെയും എഴുത്തുകാർക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാതെ ഗാനങ്ങളും രചിച്ചു, അനേക ഗാനങ്ങൾ രചിച്ചു. അക്ഷരങ്ങളെക്കാൾ ഉപരിയായി ദൈവവചനം ഹൃദയത്തിൽ എഴുതി ചേർത്ത അമ്മച്ചി ഞങ്ങൾക്കൊരു വലിയ പ്രചോദനമാണ്. അമ്മച്ചിയുടെ ഈ നേട്ടം ഞങ്ങളുടെ തലമുറയ്ക്ക് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. അമ്മച്ചിയുടെ വചനസ്മരണകൾ ഞങ്ങൾക്കെന്നും വഴികാട്ടിയാണ്. വചനത്താൽ ജീവിതം ധന്യമാക്കിയ ഞങ്ങളുടെ പ്രിയ ചേമ്പളം അമ്മച്ചിക്ക് ETCയുടെ ഏദൻ തിയോളജിക്കൽ ട്രെയിനിങ് സെൻ്ററിൻ്റെ ആദരം ഞങ്ങൾ നൽകിയാണ്. സ്നേഹത്തോടെ അമ്മച്ചിയെ ഞങ്ങൾ ക്ഷണിക്കുന്നു. ഇപ്പോൾ രാജു മേത്ര പാസ്റ്ററും ഡയറക്ടർ ഫിലിപ്പ് സാറും ചേർന്ന് അമ്മച്ചിയെ ഷാള് അണിയിക്കുന്നതായിരിക്കും.
കേവലം ഷോൾ കൊണ്ട് തീർന്നില്ല, ഒരു ഫലകവും അല്പം ക്യാഷ് പ്രൈസും സമ്മാനമായി ഞങ്ങൾ നൽകുന്നുണ്ട്. ക്യാഷ് പ്രൈസ് നൽകുവാൻ ബിനീഷ് പാസ്റ്റർ ക്ഷണിക്കും. കരമുയർത്തി ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവിന് മഹത്വം പറയാമല്ലോ. ഹല്ലേലൂയ. സ്വർഗത്തിലെ കർത്താവ് നമ്മെ ഏവരെയും